നമ്മളിപ്പോൾ ഈ കരിവണ്ടിൻ്റെ സമയമാണ്, കറുത്ത ചെള്ളിൻ്റെ സമയം. നമ്മൾ ഈ വീടുകളൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കരിവണ്ടിൻ്റെ ശല്യം കുറേയൊക്കെ കുറയും. അതോടൊപ്പം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, നിസ്സാരമാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന്. നമ്മൾ ഈ ബൈക്കിൻ്റെ ഹെൽമെറ്റ്, നമ്മൾ ഈ തലയിൽ വയ്ക്കുന്ന ഹെൽമെറ്റ് ബൈക്കിലൊക്കെ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ചെവിയുടെ ആ ഭാഗത്തുള്ള സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ചിൻ്റെ ആ ഭാഗം ഈ കരിവണ്ടൊക്കെ ഒന്ന് കയറി നമ്മളറിയാതെ എടുത്ത് വയ്ക്കുക. അപ്പോൾ എടുത്ത് വെച്ചിട്ട് ഓടിക്കും. അപ്പോൾ നമ്മൾ ആ ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ഹെൽമെറ്റ് നല്ലപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വെക്കുക. തട്ടിക്കുടഞ്ഞ് വെച്ചതിന് ശേഷം മാത്രം ചെവിയിലോട്ട് എടുത്ത് വയ്ക്കുക. എങ്ങനെയാണ് ആ ചെവിയുടെ അടുത്ത ഭാഗത്താണെങ്കിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെവിയിലോട്ട് എഴിഞ്ഞ് കയറുമെങ്കിൽ നമ്മളെ കോൺസെൻട്രേഷൻ പോവും ബൈക്ക് ഓടിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കാൻ നേരത്ത് ഈ ബെഡ്ഷീറ്റ്, അതുപോലെ ബെഡ്, തലയിണ, അതുപോലെ തന്നെ നമ്മളിരിക്കുന്ന ഡ്രസ്സ്, എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊക്കെ ഈ കരിവണ്ടൊക്കെ വന്നിരിക്കുക, അതൊക്കെ ഒന്ന് തട്ടിക്കുടയുക. ഇതിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ മുടി വളർത്തിയിട്ടിരിക്കുന്ന ആൺകുട്ടികൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നിട്ടായിരിക്കും ചിലപ്പം ചോറൊക്കെ കൊണ്ടതിന് ശേഷം പിന്നെ കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മുടിയിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചിരിക്കും, നമ്മളിത് അറിയത്തില്ല. കിടക്കാൻ നേരത്ത് ഈ മുടിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ചെവിയിലോട്ടൊക്കെ വന്ന് എഴഞ്ഞ് കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോഴത് കണക്കിലാക്കി ഉറങ്ങുന്നതിന് മുമ്പ് മുടിയൊക്കെ ഒന്ന് തട്ടി കരിവണ്ടില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഉറങ്ങാനായിട്ട് പോവുക.